നമസ്കാരം. ഉപാസകൻ്റെ കർത്തവ്യമെന്ത്? ഉപാസനയും ഉപാസകനും തമ്മിലുള്ള ഭേദം, വ്യത്യാസം. എല്ലാവരും ഭദ്രകാളിയെ ഉപാസിക്കണം, ഉപാസന എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഉപാസന എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഉപാസകൻ, അയാൾ ഗൃഹസ്ഥനാണെങ്കിൽ, അതുപോലെ തന്നെ ഗൃഹസ്ഥയാണെങ്കിൽ, ആ ഉപാസകൻ കുടുംബത്തെ നേർവഴിക്ക് നയിക്കുവാനും മുന്നോട്ട് പോകുവാനും വേണ്ടതൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. സ്വന്തം ഭാര്യ സന്താനങ്ങളെ നല്ല വഴിക്ക് നയിക്കുക, അവരെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ സ്വന്തം സാധനങ്ങളെ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരാളായിരിക്കണം ഉപാസകൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലോകോപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നവനായിരിക്കണം ഒരു ഉപാസകൻ. ഭദ്രകാളി ഉപാസന സ്വായത്തമാക്കിയിട്ടുള്ളവർക്ക് ചെറിയ കുട്ടികളെ പോലും ലോകരക്ഷയ്ക്കായിട്ടും ലോക നന്മയ്ക്കായിട്ടും അവരുടെ പ്രവൃത്തികളെയൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സ്വാർത്ഥ കാര്യങ്ങൾക്കല്ല നമ്മൾ ഉപാസന ഉപയോഗിക്കേണ്ടത്. ഒരു ഉപാസകൻ എപ്പോഴും ലോക നന്മയ്ക്കായിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും അയാളുടെ ഉപാസന.